കാത്തിരിക്ക്. സമയമാകുമ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ പടകിൽ യേശു വന്നുവെങ്കിൽ, നിന്റെ പടക് യേശുവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ക്രിസ്തു വന്നുവെങ്കിൽ എപ്പോഴാണെങ്കിലും അത് നിറയും. അതിന് ശൂന്യമായി കിടക്കത്തില്ല. ഇപ്പോഴത്തെ ശൂന്യത ഒന്നും നോക്കണ്ട, നിറയാനുള്ള സമയത്ത് അത് നിറയും. വിശുദ്ധ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. മോശ ഇസ്രായേൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹ വാചകമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ജനത്തെ സ്നേഹിക്കുന്നു, ദൈവം ജനത്തെ സ്നേഹിക്കുന്നു. അവൻ്റെ സകല വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എല്ലാ വിശുദ്ധവും ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും കർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ ആര്? ജനങ്ങൾ. അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിക്കുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും സൂക്ഷിക്കുന്നു, കയ്യിൽ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. ജനത്തെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധന്മാരെ അവൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. കൈകൊണ്ട് ചേർത്ത് പിടിച്ച് അണച്ച് നിർത്തി സൂക്ഷിക്കുന്നു. പക്ഷെ ആ അണച്ച് നിർത്തിയിരിക്കുന്ന ജനം എന്താ ചെയ്യുന്നത്? തൃക്കാൽക്കൽ, ദൈവത്തിൻ്റെ കാൽക്കൽ. ഭൂമി തൻ്റെ പാദപീഠവും സ്വർഗം തൻ്റെ സിംഹാസനവുമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയാകുന്ന പാദപീഠത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി യാചിക്കുന്നുവോ അവിടെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ആ കർത്താവ്, ആമേൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തൃക്കാൽക്കലിരുന്നവർ തിരുവചനങ്ങൾ പ്രാപിക്കുന്നു. അപ്പോൾ തിരുവചനങ്ങൾ കേൾക്കുകയല്ല, തിരുവചനങ്ങൾ പ്രാപിക്കുന്നു. മോശ ദൈവജനത്തെ അനുഗ്രഹിച്ചത് ഈ അനുഗ്രഹിക്കപ്പെട്ട ജനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാൽക്കലിരുന്ന് വചനം പ്രാപിക്കുക. ഇന്ന് നിങ്ങൾ ഓരോരുത്തര് ആമേൻ ദൈവത്തിന്റെ കാൽക്കലിരുന്ന് ദൈവവചനം കേൾക്കുകയല്ല, ദൈവവചനം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവവചനം ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മെ ആരോഗ്യകരമായ ഒരു ആത്മീയ ജീവിതത്തിന് കാരണമാക്കി തീർക്കുക. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ ആരോഗ്യമില്ല, പ്രതിരോധ ശക്തിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുകയല്ല. ചില വൈറസുകൾക്ക് നിങ്ങളിലേക്ക് കയറാൻ പറ്റത്തില്ല. ചില ബാക്ടീരിയകൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയപ്പെടത്തില്ല. ചില പകർച്ചവ്യാധികൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കയറാൻ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനമാകപ്പെടുന്ന ആ മായമില്ലാത്ത പാൽ ദൈവത്തിന്റെ കാൽക്കലിരുന്ന് ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ഭക്ഷിക്കുന്നവൻ ആരോഗ്യമുള്ള ഒരു ആത്മീക ജീവിതമുണ്ട്. ദൈവവചനം നമ്മൾ ഭക്ഷിക്കുന്നു എങ്കിൽ പെട്ടെന്ന് പകർച്ചവ്യാധികൾ കയറത്തില്ല. ഇന്ന് ഒരുപാട് പകർച്ചവ്യാധികൾ ഊടാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഒത്തിരി ബാക്ടീരിയകളും വൈറസുകളും എങ്ങനെ നശിപ്പിക്കാം, ഏത് കോശത്തെ നശിപ്പിക്കാം. രോഗങ്ങളല്ല ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങളാകുന്ന, പ്രതികൂലങ്ങളാകുന്ന, പിന്മാറ്റമാകുന്ന, ഇന്ന് ദൈവസന്നിധിയിൽ ശോഭിച്ച് നിൽക്കപ്പെടുന്ന പലരും അടുത്ത നിമിഷത്തിലേക്ക് വീണു പോകുന്ന, പാപത്തിലേക്ക് വീണു പോകുന്ന, ലോകത്തിലേക്ക് വീണു പോകുന്ന, പിന്മാറ്റത്തിലേക്ക് വീണു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിരിക്കും. ക്ഷീണിച്ചു പോകാതെ, വീണു പോകാതെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം കൃത്യസമയത്തിൽ ഭക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യകരമായ ഒരു ആത്മീക ജീവിതം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. നമ്മളെപ്പോഴും പ്രോസ്പെരിറ്റിയിൽ മാത്രം, നല്ലതാണ് പ്രോസ്പെരിറ്റി, പക്ഷേ അതിൽ മാത്രം ആശ്രയിക്കരുത്. ദൈവവചനം നമ്മൾ ഭക്ഷിക്കണം. ഭക്ഷിക്കുന്ന അനുസരിച്ച് നമുക്ക് പുതുബലം ലഭിക്കും, ആരോഗ്യം ലഭിക്കും, ആമേൻ, ശക്തി ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ടാണ് മോശ അനുഗ്രഹവചനം പറഞ്ഞപ്പോൾ, അവരെ അനുഗ്രഹിച്ച് പറഞ്ഞപ്പോൾ ഇന്നതാകുന്ന മാത്രമല്ല അവർ ചെയ്തത്. തൃക്കരങ്ങളിൽ ഇരിക്കുന്ന ദൈവജനം തൃക്കാൽക്കലിരുന്ന് വചനം ധ്യാനിച്ചു, അവർ വചനം പ്രാപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്നതനുസരിച്ച് അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി. ആവർത്തന പുസ്തകം 33:1 മോശ ദൈവജനത്തെ അനുഗ്രഹിക്കും. ദൈവപുരുഷനായിരിക്കുന്ന മോശ തൻ്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹ വചനമാകുന്നു ഇത് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത് വീണ്ടും സങ്കീർത്തനം 99:5 പോകുമ്പോൾ, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ എന്തൊക്കെയോ നടക്കും.
ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ സംഭവിക്കും. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് അവൻ്റെ പാദപീഠം, അവൻ്റെ തൃക്കാൽക്കൽ എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് സമയം നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിനകത്തും അതിനെക്കുറിച്ച് തന്നെ അവൻ എഴുതിയിരിക്കുകയാണ്. പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. അപ്പോൾ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരണം. ഇന്ന് വേറെ ഏത് കാര്യത്തിനേക്കാളും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചെന്ന് ഇരിക്കേണ്ട സമയം ഇരിക്കണം, നിൽക്കേണ്ട സമയം നിൽക്കണം, പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയം ആരാധിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടുന്ന സമയത്തിൽ നിങ്ങൾ കേൾക്കണം. ആകയാലൊട്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും കാൽക്കൽ വീണിട്ടുണ്ടെങ്കിൽ, കാൽക്കൽ ഇരുന്നിട്ടുണ്ട് എങ്കിൽ, കാൽക്കൽ എന്ന് പറയുന്ന സമയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കാൽക്കൽ അത് ഏറ്റവും എളിമപ്പെടുന്ന. യേശു കർത്താവ് താൻ തൻ്റെ പരശുശ്രൂഷ കാലഘട്ടത്തിലെ ശിഷ്യന്മാരുടെ കാല് കഴുകി, കൈ കഴുകിയെന്നല്ല, കാല് കഴുകി. ആ എളിമത്വത്തെക്കുറിച്ചാണ്. ആ പരസ്പരം അഭേദ്യമായൊരു ബന്ധത്തിൻ്റെ ഭാഗമാണ് ദൈവം അവിടെ പ്രകടമാക്കിയത്. അപ്പോൾ കാൽക്കൽ എന്ന് പറയുമ്പോൾ എളിമപ്പെടുന്ന ഒരു അനുഭവം. വേദപുസ്തകം 1 സാമുവേൽ 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടങ്ങുമ്പോൾ അബീഗയെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നു. അബീഗ ഓടിച്ചെന്ന്, അബീഗയിലെ ദാവീദിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ക്ഷമാപണം നടത്തുമ്പോൾ വലിയൊരു യുദ്ധത്തിൽ നിന്ന്, വലിയൊരു പ്രശ്നങ്ങളിൽ നിന്ന് അവിടെ വീണു. കാൽക്കൽ വീണു, ജസ്റ്റ് ഒരു സോറി പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കാൽക്കൽ വീണെന്ന് അപേക്ഷിച്ചു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കാതെ വണ്ണം രക്ഷപ്പെട്ടു. എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ നോക്കുന്ന സമയത്തിൽ അഹശ്വേരോശ് രാജാവിൻ്റെ കാൽക്കൽ എസ്തേർ രാജ്ഞി ഓടിച്ചെന്ന് വീണു. എന്തിനു വേണ്ടിയിട്ടാ? യഹൂദന്മാരെ മുഴുവനും നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് അഹശ്വേരോശ് രാജാവ് ഒരു പേപ്പറിൽ സൈൻ ചെയ്തു. ഹാമാൻ്റെ കുതന്ത്രം. ആ കുതന്ത്രത്തിന് പ്രകാരം നിരപരാധിയായിരിക്കുന്ന രാജാവ് സൈനടിച്ചു കൊടുത്തപ്പോൾ 3 ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എസ്തേർ ഓടിച്ചെന്ന് അഹശ്വേരോശ് രാജാവിൻ്റെ കാൽക്കൽ ചെന്ന് വീണ് അപേക്ഷിച്ചപ്പോൾ ആമെ റിക്വസ്റ്റ് ചെയ്ത സമയത്തിൽ അഹശ്വേരോശ് രാജാവ് ആമെ യഹൂദന്മാരെ നിഗ്രഹിക്കാതെ ഒരു മനുഷ്യൻ്റെ കാൽക്കൽ, ഒരു മനുഷ്യൻ്റെ കാല് പിടിച്ച്, ശരിയാണല്ലോ, ചിലയിടങ്ങൾ തെറ്റുകൾ വരുന്ന സമയത്തിൽ ഓടിച്ചെന്ന് കാല് പിടിച്ച് പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം അവർ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ആമേൻ ശൈലികളുണ്ട്. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും മനസ്സ് മാറിപ്പോകും, ഇല്ലേ? ആരാണെങ്കിലും ക്ഷമിക്കണം, ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. മനുഷ്യന് അങ്ങനെ കാൽക്കലിരുന്ന് അപേക്ഷിക്കുമ്പോൾ മനുഷ്യൻ ക്ഷമിക്കുന്നുവെങ്കിൽ, നമ്മുടെ ദൈവം മനുഷ്യനല്ല. അവൻ്റെ കാൽക്കലിരുന്ന് ആമേൻ ക്ഷമാപണത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ, അവൻ്റെ കാൽക്കലിരുന്ന് ദൈവവചനം ആമേൻ നമ്മൾ കേൾക്കുമ്പോൾ, അവൻ്റെ കാൽക്കലിരുന്ന് അവനെ ആരാധിക്കുമ്പോൾ ദൈവം ചെറുതായിട്ടല്ല കാണുന്നത്, ഹല്ലേലൂയ, വലുതായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഇത്രയും വലിയ ആരാധനാലയം തന്നത്? ഷാജി ബ്രദറിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശാലോം ചർച്ചിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തൃത്വത്തിൽ 3-ാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് തൻ്റെതായിട്ടുള്ള പദ്ധതി പ്രകാരം നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നു, മത്തായി സുവിശേഷം 15-ാം അധ്യായം 30-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി. എവിടെ വെച്ചു? കാൽക്കൽ വെച്ചു. ഊമർ സംസാരിക്കുന്നതും, കൂനർ സൗഖ്യമാകുന്നതും, മുടന്തർ നടക്കുന്നതും, കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എവിടെ അവർ കൊണ്ടുവച്ചു? വളരെ പുരുഷാരം അവൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. ഈ മുടന്തന്മാരെയും കുരുടന്മാരെയും ചെകിടന്മാരെയും സകല പേരെയും ജനങ്ങൾ കൊണ്ടുവച്ചത് ദൈവത്തിൻ്റെ കാൽക്കൽ, പാദപീഠത്തിൽ കൊണ്ടുവച്ചു. ആശുപത്രി കൊണ്ടുവച്ചാൽ ശരിയാകത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. വൈദ്യന്മാരുടെ അരികിൽ കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. കർത്താവിൻ്റെ മുൻപിൽ ആ പാദപീഠത്തെങ്കിൽ കൊണ്ടുവന്നു വച്ചു. അവർ സംസാരിക്കാൻ തുടങ്ങി, അവർക്ക് കേൾവി കിട്ടി, അവർക്ക് കാഴ്ചകൾ ലഭിച്ചു. ജനങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ദൈവത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഇവർക്ക് മാറ്റം സംഭവിച്ചുവല്ലോ, വ്യത്യാസം സംഭവിച്ചുവല്ലോ. സഹോദരങ്ങളെ, തലയെ കൈവയ്ക്കുമ്പോൾ മാത്രമല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്. ഊമർ സംസാരിക്കണമെങ്കിൽ, കൂനർ
സൗഖ്യമാകണമെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മിലേക്ക് മാറ്റം സംഭവിക്കുകയാണ്, വ്യത്യാസം സംഭവിക്കുകയാണ്, വിടുതലുകൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ! അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ദൈവത്തിൻ്റെ പാദപീഠം ചെറുതല്ല. ദൈവത്തിൻ്റെ കാൽക്കല്ലിരിക്കുന്ന ദൈവജനത്തിന് അഭിമാനിക്കാൻ ചിലതുണ്ട്. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 41-ാമത്തെ വാക്യം. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. പള്ളിയുടെ പ്രമാണിയാണ്. ഒരു പരിധിവരെയൊക്കെ കമ്മിറ്റിയിലും അതും ഗ്രൂപ്പും കളിച്ചൊക്കെ നിന്നു. പക്ഷേ കുഞ്ഞിന് രോഗം വന്നപ്പോൾ ആടിപ്പോയി. ഇനി കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടും പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ടും കൊച്ചിൻ്റെ കാര്യം അവതാളത്തിലായി പോകും. എനിക്ക് പള്ളിയല്ല വലുത്, എനിക്ക് ആത്മീകമായ ഒരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റെ യേശുവിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അവൻ ആ പള്ളി പ്രമാണിയായിരുന്നുവെങ്കിൽ അവൻ കുഞ്ഞിൻ്റെ വിഷയം കടന്നു വന്നപ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഓടി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ വലിയ പള്ളി പ്രമാണിയാണെന്ന് പറഞ്ഞിങ്ങനെ നെളിഞ്ഞു നിൽക്കുകയല്ല ചെയ്തത്. യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണു, കാൽക്കൽ വന്ന് വീണു. വേറെ ഒരിടത്തും രക്ഷയില്ല. എൻ്റെ കുട്ടി മരണാസന്ന നിലയിൽ കിടക്കുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് ഞാൻ എവിടെ കടന്നു പോകട്ടെ, എന്ത് ചെയ്യട്ടെ, ഏത് ചെയ്യട്ടെ എന്ന് ഓർത്തിരുന്നപ്പോൾ യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് അവന്റെ കാൽക്കൽ ഇരുന്നപ്പോൾ ദൈവം ഒരു ദോഷവും വരുത്തിയില്ല. നിന്റെ പ്രശ്നങ്ങളുമായിട്ട് യേശുവിന്റെ കാൽക്കൽ വീഴാൻ മനസ്സുണ്ടോ? യേശുവിന്റെ അടുക്കലേക്കൊന്ന് വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഈ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല. യായിറോസിനെ ദൈവം നിരാശപ്പെടുത്തിയില്ല. യായിറോസ് നിരാശപ്പെട്ടു, പറഞ്ഞു നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ എന്റെ കാൽക്കൽ വീണു എങ്കിൽ ഇനി ഒന്ന് മാത്രം നീ വിശ്വസിക്കുക. ഇന്നലെ വരെ നീ എന്റെ കാൽക്കൽ വീണില്ല, ഇന്നലെ വരെ നീ എന്റെ അടുക്കൽ വന്നില്ല, ഇന്നലെ വരെ ഞാനും നീയുമായിട്ട് അഭേദ്യമായ ബന്ധമില്ല. പക്ഷെ ഇന്ന് നീ വന്നു, ഇന്ന് നീ എന്റെ കാൽക്കൽ വന്നു. അങ്ങനെയാണെങ്കിൽ ലോകം പറയും നോക്കണ്ട, മരിച്ചെന്നൊക്കെ അവരൊക്കെ പറയും. ആമേ, ബന്ധുക്കളും സ്വന്തക്കാരും മിത്രാദികളും പലരും പലതും പറയും. നീ അതൊന്നും നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്ത്. ബാലേ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞ് എഴുന്നേറ്റുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിലേക്ക് അവന്റെ കാൽക്കൽ വീണ ദൈവപൈതലേ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഈ കാൽക്കൽ വീണ പൈതലാണെങ്കിൽ യേശു നിന്റെ കൂടെ ഉണ്ട്. സ്വത്രം. യായിറോസ് യേശു കർത്താവിന്റെ കാൽക്കൽ വീണ്. ഇങ്ങനെ കാൽക്കൽ വീണിന് കേട്ട് നിങ്ങൾ അടുത്തു പോകരുത്. എത്രത്തോളം നമുക്ക് യേശുവിന്റെ കാൽക്കൽ ആരൊക്കെ വീണ് അനുഗ്രഹം പ്രാപിച്ചു എന്ന് കേൾക്കുമ്പോഴും നമുക്കും ആ പാദപീഠത്തിൽ ചെന്ന് വീഴാൻ ഒരു മനസ്സ് വരും. നമുക്കും ഈ പാദപീഠത്തിൽ ഇരിക്കുന്നതിന്റെ വില നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായി കഴിയപ്പെടുക. സ്വത്രം. വേദ പുസ്തകത്തിനകത്ത് നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു. ശീമോൻ പത്രോസിന് കാൽക്കൽ വീഴാൻ എങ്ങനെ മനസ്സ് കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ശൂന്യമായ വല, ശൂന്യമായ പടക്. യേശു കർത്താവ് കടന്നു വന്നിട്ട് ആദ്യം ചോദിച്ചത് വള്ളമൊഞ്ഞ് തരുമോ, ഇതിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാ. സുവിശേഷ പ്രസംഗമാണ്. ഇവിടെ കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. ആൾക്കാരൊക്കെ ഇപ്പോൾ വരും, രോഗികളെ സൗഖ്യമാക്കണം. പക്ഷെ പ്ലാറ്റ്ഫോം ഇല്ല. എനിക്കിതിൽ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിൻ്റെ വള്ളത്തിൽ മീനില്ല, നിൻ്റെ വള്ളത്തിൽ അതെ വാമേ ഒന്നുമില്ല, തിരക്കില്ല, തിക്കില്ല, ഒന്നുമില്ല. നീ ആകെപ്പാടെ വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ തരുമോ? ഒരു വെള്ളം ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഒന്നുമില്ലാത്ത എൻ്റെ അടുത്തിലാണോ എന്നിങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ പുള്ളിക്കാരൻ എന്തോന്നും അറിയത്തില്ല, അങ്ങ് കൊടുത്തു. യേശു കർത്താവ് അതിലേക്ക് കാല് വച്ചപ്പോൾ തന്നെ ആ പടകിൻ്റെ സ്ഥിതി അങ്ങോട്ട് മാറാനായിട്ട് തുടങ്ങി. ആമേൻ. ഇല്ലായ്മയുടെ മധ്യത്തില്, ശെരുക്കത്തിൻ്റെ മധ്യത്തില്, ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തില് യേശു കർത്താവ് കാല് വെച്ചപ്പോൾ തന്നെ ചലനമുണ്ടായി. എങ്കിലും പത്രോസ് അത് കണ്ടില്ല. ചിലയിടത്ത് ചലനം വന്ന് നിങ്ങൾ കണ്ടില്ലെന്നേ. പക്ഷെ പ്രസംഗം തീരുന്നതുവരെയും ആ ശുശ്രൂഷ തീരുന്നവരെയും കാത്തിരിക്കാനുള്ള മനസ്സ് പത്രോസിനുണ്ടായിരുന്നു. ഇതെല്ലാം തീരുന്നതുവരെയും കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് പത്രോസിന് ഉണ്ടായിരുന്നു. കയറിയപ്പോൾ ചലനം വന്നുവെങ്കിലും മീനൊന്നും കിട്ടിയില്ല എന്നേ. ചിലത് കർത്താവ് കയറി കേട്ടോ, കർത്താവ് വന്നു, പക്ഷെ നിന്റെ കണ്ണിലത് കണ്ടിട്ടില്ല. കാത്തിരിക്കുക. സമയമാകുമ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ പടകിൽ യേശു വന്നുവെങ്കിൽ, നിന്റെ പടക് യേശുവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ക്രിസ്തു വന്നുവെങ്കിൽ എപ്പോഴാണെങ്കിലും അത് നിറയും. അതിന് ശൂന്യമായി കിടക്കത്തില്ല. ഇപ്പോഴത്തെ ശൂന്യത ഒന്നും നോക്കണ്ട, നിറയാനുള്ള സമയത്ത് അത് നിറയും. പത്രോസ് ശ്രദ്ധിച്ചു കേട്ടു, എല്ലാം കേട്ട് ശരിയായിട്ടിരുന്നു. രോഗികളൊക്കെ സുഖപ്പെട്ടു, എല്ലാവരും പോയി.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പടകിൽ തിരിഞ്ഞു. എപ്പോഴും അങ്ങനെയാണ്. ആദ്യമേ സുവിശേഷത്തിന് പങ്കുള്ളവർക്ക് ദൈവം കൊടുക്കത്തില്ല. ആദ്യം വിശ്വാസിയെ കൊടുക്കും. വിശ്വാസിയെ കൊടുത്തിട്ട് നിനക്ക് കാത്തിരിക്കാനായിട്ട് മനസ്സുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചോദ്യം. ശരി, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. നിൻ്റെ ഇല്ലായ്മയുടെ മധ്യത്തിൽ നീ പടകൊക്കെ തന്നു, നീ കാത്തിരുന്നു. ശരിയാണ്, നീ ജോലി ചെയ്തു, ശരിയായി, ആയിക്കോട്ടെ. ഇനി അടുത്തെന്താ? പത്രോസിൻ്റെ നേരെ തിരിഞ്ഞു. ആഴത്തിലേക്ക് നീക്കിയൊന്ന് വല വീശ്. പടകപ്പെട്ട കിടപ്പത്ര ശരിയല്ല. ഈ കരയുമായിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. കരയുന്നൊരല്പം അങ്ങോട്ട് നീക്കണം. കരയുമായിട്ട് യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ പടകിലെ മീൻ കയറാത്തതിൻ്റെ ഒരു കാരണം ഈ കരയുമായിട്ട് ചേർന്ന് കിടക്കുകയാണ്. നമ്മുടെ പടക് നിറയണമെങ്കിൽ ഈ കരയോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന, ലോകത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ലോകമോഹങ്ങൾ കുറച്ച് പൊടിക്കൊന്ന് വിട്ടുകൊടുക്കണം. സ്വത്രം. മനുഷ്യ സഹജമാണ്. ഈ ലോകത്തിലേക്ക് മനുഷ്യൻ എല്ലാത്തിലും ഒരു അട്രാക്ഷൻ ഉണ്ട്, എല്ലാത്തിലും ഒരു താല്പര്യമുണ്ട്. നമുക്കെല്ലാം വേണമെന്ന് പറഞ്ഞാൽ ചിലത് നടക്കത്തില്ല. ചിലത് വിട്ടുകൊടുക്കണം. ചിലടത്ത് ത്യാഗമെടുക്കാൻ നമുക്ക് മനസ്സ് വരണം. ലോകത്തിനോട് ചേർന്ന് കിടക്കുന്നതിൻ്റെ പടകിന് വെള്ളത്തിലേക്ക് നീക്കി വിടണം. പാപത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന, ലോകമോഹങ്ങളിലേക്ക് ചേർന്ന് കിടക്കുന്ന, ലോക ഇഷ്ടങ്ങളിലേക്ക് ചേർന്ന് കിടക്കുന്ന ചിലതിൽ നിന്ന് മാറണം. പ്രൈസ് ഗോഡ്. ലോകത്തിലോട് നിന്റെ പടക് ചേർന്ന് കിടക്കപ്പെടുമ്പോൾ ലോകത്തിലുള്ള പലതും നിന്നെ മാടി വിളിക്കും. ലോകത്തിലുള്ള പലതും നിന്നെ ആകർഷിക്കും. ലോകത്തിലുള്ളത് പലരും നിന്നെ ആമേൻ ദൈവത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ദൈവത്തിലുള്ള ഒരു ആശ്രയത്തിൽ നിന്ന് ആമേൻ ലോകമോഹത്തിലുള്ള മദ്യം നിന്നെ മാടി വിളിക്കും, മയക്കുമരുന്നിനെ മാടി വിളിക്കും, സിനിമാശാലകളും വെറിക്കൂത്തുകളും നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കും, ഉത്സവങ്ങളും ഉത്സവ പറമ്പുകളും നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കപ്പെടുക, അന്യ ദൈവങ്ങളും അന്യ ആരാധനകളും നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ലോകമാകുന്ന പാപം നിന്നെ മാടി വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞ ഒരു ഭാഗം, ഇനി നിനക്ക് ലോകം വേണ്ട, ചിലയിടത്ത് നിനക്കൊരു വേർപാട് വേണം, ചിലത് നീ വർജിക്കണം. നിന്റെ ജീവിതം ശരിയാകണമെങ്കിൽ, നിന്റെ പടക് നിറയണമെങ്കിൽ, നീ ചെറുതെന്ന് പറയുന്ന ചിലതിന് നീ മാറ്റി വെച്ചാൽ മതിയാവത്തുള്ളൂ. ശബദാർപ്പിതം വേണ്ടാന്ന് ശൗലിനോട് പറഞ്ഞു. ഇത്തിരി കൊണ്ടുപോയാൽ കുഴപ്പമെന്ന ചെറിയ കാര്യമല്ല. ഇല്ല, ദൈവം ആ ഒറ്റ കാര്യത്തിൽ അവന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തിയെങ്കിൽ അബ്രഹാം യാഗം കഴിക്കുവാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ കടന്നുപോയി. എപ്പോഴും വലിയ വലിയ മൃഗങ്ങളെ യാഗം കഴിപ്പിക്കുമ്പോൾ വേസ്റ്റ് മുഴുവനും എടുത്തു മാറ്റും. എന്നാൽ ഒരു ദിവസത്തിൽ ഒരു ചെറിയൊരു കുരുകിലിനെ യാഗം കഴിച്ചു. അതിൽ നിന്ന് ഇനിയിപ്പോൾ എന്നാ വേസ്റ്റ് ഇനി കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്നു. അതിനെ അവൻ സ്തോത്രം കീറി വേസ്റ്റ് എടുത്ത് മാറ്റാതെ, ആ ലോകത്തിലുള്ള വേസ്റ്റ് എടുത്ത് മാറ്റാതെ അവൻ യാഗം കഴിച്ചു. യാഗത്തിൽ തീ കത്തിപ്പടർന്നു. യാഗത്തിൽ നിന്ന് ഒരു വാസന ഉണ്ടായി. സാധാരണ ഈ വാസന വരപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ് പതിവ്. പക്ഷേ അന്ന് അവൻ യാഗം കഴിച്ചപ്പോൾ ദൈവ സാന്നിധ്യത്തിന് പകരമായിട്ട് റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ ഒരു ശാപം വന്നു. നിന്റെ തലമുറ 400 സംവത്സര മിസ്രൈമിന് അടിമകളായിട്ട് തീരും. എന്തുകൊണ്ട്? നീ എൻ്റെ സന്നിധിയിലേക്ക് വേർപാട് അനുഷ്ഠിച്ചില്ല, നീ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചില്ല, നീ മാറ്റേണ്ടത് വേസ്റ്റ് മാറ്റാതെ വന്ന എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു ഈ യാഗം അർപ്പിച്ചത് കൊണ്ട് എന്നുള്ളത് അന്ന് അബ്രഹാമിന് മനസ്സിലായി. ചെറിയ കാര്യങ്ങളും ദൈവം ചിലതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നെറ്റിയിൽ വെച്ചിരിക്കുന്ന ചില ചെറിയ കാര്യങ്ങൾ വേണ്ട, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, മാറ്റേണ്ടത് മാറ്റണം. ജാതി ആചാരങ്ങൾ നമുക്ക് വേണ്ട, ലോകപ്രകാരമായിട്ടുള്ള ഇമ്പങ്ങൾ ചിലത് വേണ്ട, പാപപ്രകാരമായിട്ടുള്ള ചിലത് വേണ്ട. പത്രോസിനോട് പറഞ്ഞ് കരയുന്ന നീക്കാൻ മനസ്സുണ്ടോ? ശരി, അന്ന് പത്രോസ് പറഞ്ഞു മദ്യപിക്കാൻ പോകില്ല, ശംഭു വയ്ക്കൂല, പാൻപരാഗ് വയ്ക്കൂല, ചൈനീ കുനി വയ്ക്കൂല, കൂട്ട്ഗ വയ്ക്കൂല, കൂള് വയ്ക്കൂല, സ്വത്ര ഇതൊക്കെ ഇച്ചിരി വച്ചാ കുഴപ്പമെന്താ? ഇനി അതൊന്നുമില്ല. ദൈവം പറഞ്ഞു പടകിൽ വല്ലതും കയറണമെങ്കിൽ ഈ പരിപാടിയെല്ലാം നിർത്തണമെന്ന്. സഹോദര സഹോദരി, പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല, കൂട്ടായ്മ ബന്ധത്തിന് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല, ദശാംശത്തിന് കുറവില്ല, സ്തോത്രക്കാഴ്ചയ്ക്ക് കുറവില്ല. എല്ലാം നീ ചെയ്യുന്നു. പക്ഷേ ഇതുവരയ്ക്കും ചില നന്മകൾ നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പടക് ലോകത്തിൽ കയറി കിടക്കുകയാണോ? പാപത്തിൽ കയറി കിടക്കുകയാണോ? ലോക ഇമ്പങ്ങളിൽ കയറി കിട വലിച്ചിറക്ക്. ആ ലോകത്തിൽ നിന്ന് വേർപാട് കൊടുത്തു നോക്ക്. പത്രോസ് അനുസരിച്ചു. കാരണം വേറെ നിർവാഹമില്ല. അവൻ വലിച്ച് കുറച്ച് കരയിൽ നിന്ന് നീക്കിയിട്ട് വീശാൻ പറഞ്ഞ സമയത്ത് എടുത്തങ്ങ് വീശി. കടലിൽ കിടന്ന മത്സ്യങ്ങളെല്ലാം കൂടെ വന്നങ്ങ് തൊത്തി. ഇവന് വലിച്ചു കയറ്റാൻ പറ്റില്ല. അടുത്തുള്ളവരുടെ വാടേ ഇന്നലെ വരെ നീ എന്നെ വട്ടാന്നും ദാരിദ്ര്യവാസി എന്നൊക്കെ പറഞ്ഞു, ദാ കണ്ടോ, വാ ഓടി വാ. എനിക്കൊരു കൺവെൻഷൻ നടത്തി എന്നുള്ള ഒറ്റ പരിപാടിയെ ഞാൻ ചെയ്തല്ലോ. ഞാൻ യേശുവിന് കൺവെൻഷൻ നടത്താൻ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു, എൻ്റെ വസ്തു ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. വീട്ടു വാ ഓടി വാ.
ഓടി വന്ന് എല്ലാവരും വലിച്ചു. പടക് മുങ്ങുമാറുള്ള മരുത്ത് മീൻകൂട്ടം കൊടുത്തു. അപ്പോഴാണ് പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീണത്. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട്, ഈ വള്ളവും വലയും നിറഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് സ്വത്രം യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. സുഹൃത്തെ, നിങ്ങളാണെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ പോകുക. നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചാൽ നിങ്ങൾ പിന്നെ നാളെ ഒരു പള്ളിയിൽ വരുമോ? എനിക്ക് സംശയമുണ്ട്. ഉറപ്പാ നിങ്ങൾ പിന്നെ ബിസിനസ്സിൽ ഞായറാഴ്ചയൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. ഹല്ലേലൂയ. നന്മ പ്രാപിച്ചവർ എത്രയോ പേരെ കാണുന്നില്ല. അനുഗ്രഹം പ്രാപിച്ചവർ പലരും പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുന്നു. ആമേൻ. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്നു. പത്രോസിന് വേണമെങ്കിൽ ശരി, വല വീശ, എവിടെ വീശാ കിട്ടുമെന്ന് ദൈവം കാണിച്ചു. ഇനി അവിടെ വീശുള്ളൂ. വള്ളം നിറഞ്ഞു, എല്ലാം കിട്ടി. ഇനിയിപ്പോൾ 2-3 മാസത്തേക്ക് ചാകര തന്നെയാണ്, ഇത് മതി എന്ന് പറഞ്ഞ് അവൻ അതുവഴി പോയില്ല. നിറഞ്ഞ വള്ളത്തെ വിട്ടേച്ച്, ഹല്ലേലൂയ, നിറഞ്ഞ വലയെ വിട്ടേച്ചിട്ട് എല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ അടുക്കലോടി വന്നിട്ട്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ ഇത്രയധികം സ്നേഹിക്കാൻ എൻ്റെ പക്കൽ എന്തുള്ളൂ കർത്താവേ? എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ, എൻ്റെ പടകിൽ ഇത്രത്തോളം നന്മ തരാൻ ഞാൻ എന്നാ വലിയ സംഭവമാണോ? ഞാൻ അത്ര വിശുദ്ധനാണോ? ഞാൻ അത്ര നല്ലവനാണോ? എന്നോട് ക്ഷമിക്കണേ, എന്നെ വിട്ടു പോ. നീ അടുത്ത് നിൽക്കുന്തോറും എനിക്ക് കുറ്റബോധം വർദ്ധിക്കുന്നു. എന്റെ പാപങ്ങളെ കുറിച്ച്, എന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് എനിക്ക് അനുതാപം വരുന്നു. കർത്താവേ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യൻ. സുഹൃത്തെ, അനുഗ്രഹം വരുമ്പോൾ വിശ്വാസം കൂടണം. അനുഗ്രഹം വരുമ്പോൾ ദൈവത്തോട് അടുക്കണം. നന്മ തരുമ്പോൾ ദൈവത്തോട് പറ്റിപ്പിടിച്ചിരിക്കണം. നേട്ടങ്ങൾ തരുമ്പോൾ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലിരിക്കണം. യേശുവിന്റെ സ്നേഹം വിട്ട് അന്യപ്പെടുകയല്ല. നന്മ വിട്ട് യേശുവിന്റെ സാന്നിധ്യം വിട്ട് അന്യപ്പെട്ടു പോകുകയല്ല. അവന്റെ പാദപീഠത്തിൽ ചേർത്ത് പിടിച്ചു നിൽക്കണം. ഇവിടെ ആക്ച്വലി ഇത് അവന് നന്മ കിട്ടിയത് കൊണ്ട് അവൻ ഓടി വന്നുവെങ്കിലും ദൈവം അവൻ എന്തിനത് കൊടുത്തത് നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് വിചാരിച്ചു യേശുവിന് വേറെ കൺവെൻഷൻ നടത്തുന്ന സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇവന്റെ പടകി വന്നതെന്ന്. പത്രോസ് വിചാരിച്ചു, നാട്ടുകാരും ലോകക്കാരും വിചാരിച്ചു ഈ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആള് വലിയ പാവമാണ്, അയ്യോ വേറെ ഒരു നിർവാഹവും ഇല്ലാത്തത് കാരണമാണ് ഈ ABCD പറഞ്ഞുകൂടാത്ത, ഇവരെ കൊണ്ട് ഈ പൊളിഞ്ഞു കിടക്കുന്ന മെയിൻ്റനൻസ് ചെയ്യാത്ത ഈ പടകിലേക്ക് യേശു വന്നത് അല്ലെന്ന്. നിന്നെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ കർത്താവ് ദൃഷ്ടി വച്ചിരിക്കുകയാണ്. നിന്നെ പിടിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ പടകനെ ശൂന്യമാക്കിയാൽ മാത്രമേ നീ എൻ്റെ കൊളുത്തിനകത്ത് വിടത്തുള്ളൂ, എൻ്റെ പദ്ധതിക്കകത്ത് വരത്തുള്ളൂ. എൻ്റെതായിട്ടുള്ള പദ്ധതിക്കകത്ത് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച സ്വർഗത്തിലെ കർത്താവ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാർക്ക് ചെയ്തോങ്കിൽ അത് ദൈവത്തിന്റെ വകയായിട്ട് തീരുക. ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒന്ന് ദൃഷ്ടി വച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തിന്റെ പൈതലായിട്ട് തന്നെ തീരും. നീ ലോകത്തിനുള്ളവനല്ല, നീ മറ്റൊരു വ്യക്തിക്കുള്ളതല്ല, മറ്റൊരു സംഘടനയ്ക്കുള്ളവനല്ല, മറ്റൊരു സമുദായത്തിനുള്ളവനല്ല, മറ്റൊരു വ്യക്തിക്കുള്ളതല്ല, നീ യേശുവിനുള്ളവനാണ്. യേശു കർത്താവ് നേരത്തെ തന്നെ പത്രോസിനെ നന്നായിട്ട് അറിയാം. കണ്ടു നിന്നവർ വിചാരിച്ചു ഇവർ തമ്മിൽ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ കൺവെൻഷന്റെ പേരിലാണെന്ന്. മറ്റുള്ളവർ വിചാരിച്ചു പത്രോസും യേശുവും തമ്മിൽ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ പടകിന്റെ വിഷയത്തിൽ മാത്രം അല്ലെന്ന്. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ പത്രോസിനെ പേർ ചൊല്ലി വിളിച്ച യേശു കർത്താവ് പുതിയ നിയമസഭയെ പണിയുവാൻ വേണ്ടിയിട്ട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ള ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒറ്റ പ്രസംഗത്തിലേക്ക് 3000 പേർ സ്നാനപ്പെടുത്തക്ക വിധത്തിലേക്ക് വലിയൊരു മനുഷ്യനെ നീ മത്സ്യം പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ശബ്ദത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ മീറ്റിംഗ്. നിനക്കൊരു രോഗം വന്നു, നിന്റെ പടക് ശൂന്യമായി, നീ വിചാരിക്കുക അത് സ്വാഭാവികമായിട്ടല്ലെന്നേ. ദൈവത്തിന് നിന്നെ വേണമായിരുന്നോ? ദൈവത്തിന് നിന്നെ ആവശ്യമായിരുന്നോ? ദൈവത്തിന് തന്റെ പദ്ധതിക്കകത്ത് നിന്നെ പ്രവേശിപ്പിക്കണമായിരുന്നു. അതിന്റെ ഭാഗമായി സ്വർഗം അവനെ വേർതിരിച്ചു എന്ന് പറഞ്ഞാ നിനക്ക് ഇപ്പൊ ഇത്രയും കിട്ടി. നിന്റെ പടക് നിറഞ്ഞു, നിന്റെ വള്ളവും വലയെല്ലാം നിറഞ്ഞു. ഇനി നീ മത്സ്യം പിടിക്കുന്നവനല്ല, ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, ഇനി നീ മനുഷ്യനെ പിടിക്കുന്നവനാകണം. ഒരു ഭയങ്കര പരിശോധനയായിപ്പോയി, ഭയങ്കര പരിശോധനയായിപ്പോയി, ഭയങ്കര പരിശോധനയായിപ്പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ ഞെരുങ്ങി 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 നിങ്ങൾ കടന്നു. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ നിങ്ങൾ കടന്നു. എല്ലാ വഴികളും നിങ്ങൾ കടന്നു കിടന്നു.
പെട്ടെന്നൊരു പ്രോഫിറ്റ്, ഒരു സീസൺ അങ്ങ് വന്നു. സീസൺ അങ്ങ് വന്ന സമയത്തിൽ നിങ്ങളങ്ങ് വലിയ പുള്ളികളായി, ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റൊക്കെ ഉണ്ടായി, നിങ്ങളുടെ ബാങ്കിലൊക്കെ ബാലൻസ് ഒക്കെ. അപ്പോഴാണ് ദൈവം എന്നിട്ട് പറയുന്നത്, സ്ഥാപനം പൂട്ടണം, പരിപാടി നിർത്തിയിട്ട് നാളെ മുതൽ നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ പിടിക്കുന്നവനാക്കി ഇറങ്ങണം. എത്ര രൂപ ശമ്പളം കർത്താവേ? ശമ്പളമില്ല, അത് സ്വർഗത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് തരാം, ഇവിടെ ശമ്പളമില്ല, അന്നെന്നുള്ളത് അന്നു തരും. അതാണ് ശമ്പളം എന്നുള്ളതിനെക്കുറിച്ച്. സ്വത്രം അങ്ങനെ വരുന്നുവെങ്കിൽ അത് ഭയങ്കര കടുത്തൊരു മാനസിക സംഘർഷമാണ് അവിടെ വരുന്നത്. ഞാൻ പത്രോസിനെ സമ്മതിക്കണം, ഇതുവരെയൊക്കെ ഇല്ലാതിരുന്ന വലിയൊരു സമൃദ്ധി അവന് കിട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, നാളെ മുതൽ മീൻ പിടിക്കാൻ പോകല്ലേ, നാളെ മുതൽ മീൻ പിടിക്കാൻ പോലും, പരിപാടി നിർത്തിക്കോണം, നിർത്തിയിട്ട് നീ മനുഷ്യനെ പിടിക്കാൻ ഇറങ്ങണം. ആമീൻ. അനുസരിക്കാൻ പത്രോസിന് വൈമനസ്യം തോന്നിയില്ല. എൻ്റെ കണ്ണുകൊണ്ട് നോക്കി നിൽക്ക, എൻ്റെ കണ്ണുനീര് കണ്ട് എനിക്ക് ഇത്രത്തോളം വർധനവ് തല്ലാൻ എൻ്റെ ദൈവത്തിന് കഴിയപ്പെടുമെങ്കിൽ എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിറക്കപ്പെടുമ്പോൾ ഞാൻ ഇറങ്ങി തിരിച്ചാൽ അവിടെയും എന്നെ ഇതുപോലെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പ് പത്രോസിന് ലഭിച്ചത് കൊണ്ട് വള്ളവും വലയും ഉപേക്ഷിച്ചവൻ ഇറങ്ങി തിരിച്ചു. എലിശ നല്ല കഠിനാധ്വാനിയായിരുന്നു. 12 ഏറുകാളകളെ ഒരുമിച്ച് ഒഴിവിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി, നല്ല കഠിനാധ്വാനിയുടെ ഉഴുത് മുറിച്ചും ആ കാളകളൊക്കെ അനുസരിച്ച് നല്ല ക്ലിക്കായി വന്ന സമയത്തിൽ ഏലിയാവ് കൊണ്ടൊന്ന് പുതപ്പ് കൊണ്ടിട്ട് പറഞ്ഞു, വച്ച് നിർത്തിയിട്ട് നീ എനിക്ക് കൈക്ക് വെള്ളം ഒഴിക്കുക, നീ എൻ്റെ ഇന്നത്തെ കാലത്ത് അസോസിയേറ്റ് പാസ്റ്റർ എന്നൊക്കെ പറയും, അന്നത്തെ കാലഘട്ടത്തിൽ കൈക്ക് വെള്ളം ഒഴിച്ചവനെന്നാണ് പേര്. എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു തരണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ ശിഷ്യനാകണം. നല്ലൊരു കൃഷിക്കാരനാ, അവൻ്റെ വെട്ടത്ത് ഒരു വ്യക്തി എത്തത്തില്ല. ഇത്രയും കൃഷിയിൽ നന്മ പ്രാപിച്ചെടുത്ത്, കൃഷി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബിസിനസ്, ആ കാലഘട്ടം, അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് ജോബ്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രൈവറ്റ് സെക്ടറിൽ നല്ല നിലയിൽ നിൽക്കുന്ന വ്യക്തി, നല്ല വരുമാന മാർഗത്തിൽ നല്ല കഠിനാധ്വാനികളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? അവർ രക്ഷപ്പെടും കേട്ടോ. കഠിനാധ്വാനികൾ അതൊരു പ്രത്യേകതയാണ്. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവർ ഏത് ഫീൽഡിലാണെങ്കിൽ നിൽക്കും, അവർ മുന്നേറും. എലീശ അങ്ങനെയുള്ളവനായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, സ്വത്രം, എലീശാവ് പറഞ്ഞു, വച്ച് നിർത്ത്, പരിപാടി നിർത്തിയിട്ട് ഇറങ്ങി വാ, എൻ്റെ ശിഷ്യനായിട്ട് വാ. അവൻ പൂർണ്ണ മനസ്സോടെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം കാളയും കലപ്പയും അവിടെ കിടന്നാൽ തിരിച്ചു പോകും. കാരണം ഏലിയാവ് ഇട്ടോന്നൊന്ന് ഉറച്ചും തുമ്മിയാൽ പോവും. മാത്രമല്ല ഏലിയാവ് ഭയങ്കര ദേഷ്യക്കാരനാണ്. സ്വത്രം. പുള്ളിക്കാരൻ മൊട്ടത്തല എന്നൊക്കെ വിളിച്ചാൽ അമ്മ കരടിയൊക്കെ പിടിച്ചു. അമ്മീൻ അങ്ങനെ ഒരുപാട് പരിപാടിയുള്ളതാണ് ഏലിയാവും എലീശായും രണ്ടുപേരെയും നോക്കുന്ന സമയത്തിൽ. അപ്പോൾ ധൈര്യശാലികളാണെങ്കിലും സ്നേഹമുള്ളവരാണെങ്കിലും ദേഷ്യക്കാരനാണ്. എലീശായ്ക്കറിയാം, എൻ്റെ ഗുരു എന്നെ ഒന്ന് ശാസിച്ചാൽ എല്ലാ പരിപാടിയും വെച്ച് ഞാൻ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആമേൻ, സ്തോത്രം. എല്ലാ പരിപാടിയും വെച്ചിട്ട് വീണ്ടും ചെന്ന് ഞാൻ കാളയും കലപ്പയും എടുക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടൊരു ദൈവപ്രവൃത്തി തന്നെ നടന്നു. കലപ്പയെ വെട്ടിക്കേറി കാളയെ ഇറച്ചിയാക്കി. എൻ്റെ മനസ്സിനകത്ത് ഇനി ഒരു ചിന്തയും വേണ്ട, എനിക്ക് വേറെ ഒരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് ഞാൻ ശിഷ്യനായിട്ട് നിന്നാലേ പറ്റുള്ളൂ. എനിക്ക് എവിടെയെങ്കിലും ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഓടും. ശരിയാണ്, ദൈവം പഠിപ്പിച്ചെടുക്കുന്ന ചില ശിഷ്യന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ നോക്കാം, എനിക്ക് വേറെ ഒരു ഗ്രിപ്പില്ല. എൻ്റെ വീട്ടുകാരിൽ പോലും എനിക്ക് നല്ലൊരു ആശ്രയം വയ്ക്കുവാൻ കഴിയാത്ത സിറ്റുവേഷൻ ദൈവം ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? ഉറച്ചു തുമ്മുമ്പോൾ ഓടിച്ച് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്നിരുന്ന് അഭയം പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരും വരച്ചവരെ നീ നോക്കിക്കോടാ, നീ പിച്ചക്കാരനായിട്ട് ഇങ്ങനെ തന്നിഷ്ടപ്രകാരം ഇറങ്ങി തിരിച്ച് നീ പള്ളിയിൽ അച്ഛനായെങ്കിലും കുഴപ്പമില്ല, നീ പള്ളിയിൽ അച്ഛനായ ശമ്പളം ഉണ്ടാ ജീവിക്കാൻ പറ്റൂടാ, ഇത്രയും പഠിപ്പിച്ചിട്ട് പിച്ചക്കാരനെ പോലെ വീടുകൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ചെന്ന് ആശ്രയിക്കാനും പറ്റൂല. ഏമാൻ ഓട്ടിച്ചു വിട്ടിരിക്കുകയാണ്. ഇനി പപ്പ അമ്മ എൻ്റെ കാര്യം നോക്കിക്കോളണേ, ഡ്രസ്സ് എടുക്കാൻ പൈസയില്ല, വണ്ടിക്കൂലിക്ക് പൈസയില്ല, അതും പറയാൻ പറ്റാത്ത സ്ഥിതി. അവിടെയും ബ്ലോക്ക് ചെയ്തു, എല്ലായിടവും ബ്ലോക്ക് ചെയ്തതിൻ്റെ പിന്നിലൊന്നുണ്ട്. കഷ്ടതയുടെ കഠിന ശോധന വന്നാൽ പപ്പയുടെ യേശു കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവ് എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവേ. പത്രോസിനറിയാം, അവൻ്റെ പാദപീഠത്തിലേക്ക് വന്നു. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് കർത്താവേ, നിന്റെ ഇഷ്ടം എന്തൊക്കെ അതെല്ലാം ഞാൻ അനുസരിക്കാൻ റെഡിയാണ്.
അന്നവൻ വള്ളത്തെ ഉപേക്ഷിച്ച് വലയെ ഉപേക്ഷിച്ച് അവൻ യേശു കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. എത്ര ശമ്പളം തരുമെന്ന് ചോദിച്ചിട്ടല്ല അവൻ ഇറങ്ങിത്തിരിച്ചത്. എത്ര ദിവസം കഴിയുമ്പോൾ എന്നെ ഉപദേശിയാക്കുമെന്ന് ചോദിച്ചിട്ടല്ല ഇറങ്ങിത്തിരിച്ചത്. എന്തൊക്കെ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ തരുമെന്ന് ചോദിച്ചിട്ടല്ല അവൻ ഇറങ്ങിത്തിരിച്ചത്. യേശു വിളിച്ചപ്പോ ആമേ ഒരു വൈമനസ്യവും ഇല്ലാതെ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ ഇന്ന് പകൽ സമയം പരിശുദ്ധാത്മാവ് ചില വ്യക്തി ബന്ധങ്ങളോട് വിളിച്ചു പറയുകയാണ്, യേശു നിന്നെ വിളിച്ചാൽ മടിക്കരുത്. അവന്റെ പാദപീഠത്തെ കരയുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നിന്നെ വിളിച്ചാൽ ഒരു കണ്ടീഷനും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കണം. യൂട്യൂബിലൂടെയോ ആമേ മന്നാ ടിവിയിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. യേശു വിളിച്ചാൽ ഇറങ്ങണം. ഒരു കണ്ടീഷനും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഒരു കണ്ടീഷനും പറയരുത്. ആ കണ്ടീഷൻ പറയാൻ നീ യോഗ്യനല്ല. ആമേൻ. യേശു കർത്താവ് നിന്നെ വിളിച്ചുവെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ നോക്കണം. അവൻ വലിയവനാണ്, അവൻ വലിയ രാജാവാണ്. ഈ ലോകത്തെ മുഴുവൻ ഉള്ളംകൈ കൊണ്ടുണ്ടാക്കിയ സൃഷ്ടിച്ച ദൈവം വിളിച്ചുവെങ്കിൽ ഇറങ്ങണം. സ്തോത്രം. അവന്റെ പാദപീഠത്തിങ്കലേക്ക് വേദ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷയിൽ അവനെ പണിതതാണ് അവന്റെ പടക് ശൂന്യമാക്കിയതും പടകിൽ ഒത്തിരി നന്മകൾ കൊടുത്തതും അവനെ നല്ലൊരു അപ്പോസ്തലനാക്കി എടുക്കാൻ വേണ്ടി. പാദപീഠത്തിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം പണിയുമ്പോൾ പിന്മാറരുത്. ആമേൻ. ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കും. ലൂക്കോസ് സുവിശേഷം 8:35 സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല. യേശുവിൻ്റെ കാൽക്കൽ ഭൂതം ബാധിച്ചവൻ അതേ സ്വതന്ത്രമായപ്പോൾ വന്നിരുന്നു. സൗഖ്യം കിട്ടിയവൻ യേശുവിൻ്റെ പാദപീഠത്തിൽ. അവനെയും ദൈവം ദക്കപ്പുലി നാട്ടിലെ ഒരു സുവിശേഷകനായി പാദപീഠത്തിൽ ഇരിക്കുന്നവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കും. ദൈവം അതിനെ പണിയുന്നു, അനുഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവൻ എപ്പോഴാണ് വന്നത്? സംഭവിച്ചത് കാണുമ്പോൾ പുറപ്പെട്ട യേശുവിൻ്റെ അടുക്കൽ വന്ന് ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും. എപ്പോഴാണ് അവൻ പാദപീഠത്തിൽ, യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നിരുന്നത്? സുബോധം വന്നപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലരിന്നും യേശുവിൻ്റെ പള്ളിയിൽ കർത്താവിനെ ആരാധിക്കാൻ വരാത്തത്? എന്താ ഭർത്താവ് എന്തുകൊണ്ടാണ് വരാത്തത്? സുബോധം വന്നില്ല. അപ്പോൾ ഇവന് സുബോധം വരുന്നവരെ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നില്ല. ഇവൻ എപ്പോൾ സുബോധം വന്നോ അപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. എങ്കിലും ആമേൻ, ഒറ്റ വാക്കിൽ നിങ്ങളതിനെ ക്യാച്ച് ചെയ്യണം. സുബോധം പൂണ്ടാലേ പാദത്തിൽ വരുള്ളൂ. നിങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. ഈ ബോധം പിശാച് കെടുത്താൻ വീണ്ടും വീണ്ടും ശ്രമിക്കുക. പാദപീഠത്തിൽ ഇരിക്കണമെങ്കിൽ ബോധം വരണം, സുബോധം വരണം. മറ്റേതെങ്കിലും ഒരു ദുഷ്ടശക്തി നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വരാൻ തോന്നത്തില്ല. ദൈവസന്നിധിയിൽ വരാൻ താല്പര്യം തോന്നത്തില്ല, വരാനുള്ള ആഗ്രഹം തോന്നത്തില്ല. അവനെ പിശാച് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിൽ അവൻ ഇരുന്നില്ല. പക്ഷെ എപ്പോൾ അവന് സുബോധം കിട്ടിയോ ആ നിമിഷത്തിൽ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ ഓടി വന്ന് ദൈവപാദപീഠത്തിൽ ഇരുന്നുവെങ്കിൽ ആമേൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെ സുബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭാര്യയുടെ സുബോധത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഇന്ന് പള്ളിയിൽ വന്നില്ല? അവർക്ക് സുബോധം കിട്ടിയിട്ടില്ല. ആ സുബോധം എപ്പോൾ വരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക്. നിങ്ങൾക്ക് സുബോധമുള്ളത് കൊണ്ട് നിങ്ങൾ വന്നുവെങ്കിൽ ഈ ബോധം നഷ്ടപ്പെടാതെ നോക്കണം. ബോധം വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാനുള്ള ഒരാഗ്രഹം കടന്നു വരും എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനത്തിനകത്ത് നമുക്ക് ലഗ്യോൻ ബാധിച്ച സഹോദരനുമായിട്ടുള്ള ഭാഗത്തിലേക്ക്. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 15-ാം വാക്യം, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യമായത് കണ്ടത് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടിരുന്നു. അവൻ്റെ കാൽക്കൽ വീണ്, അതാണ് പോയിന്റ്. കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായില്ലയോ? 9 പേരെവിടെ? 10 പേരെ കർത്താവ് സുഖപ്പെടുത്തി, 9 ആ വഴിക്ക് പോയി. സ്വത്രം. പള്ളി ദൂരം കൂടുതലാണ്, ബസ്സില്ല, ഭയങ്കര അടിയും ചുവടിയും ചവിട്ടും തിക്കും തിരക്കൊക്കെയാണ്. സ്വത്രം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടൂല. പിന്നെ പാസ്റ്റർ ഫോൺ നമ്പർ ആർക്കും കൊടുക്കൂല. സ്വത്രം. ആരും പ്രാർത്ഥിക്കാൻ വരില്ല. 100 കാര്യങ്ങളൊക്കെ പറഞ്ഞ് 9 പേരും പോയി. പക്ഷെ ഒരാൾ തിരിച്ചു വന്നു. ഒരാൾ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഒരാൾ മാത്രം തിരിച്ചു വന്നു. കർത്താവ് അവൻ ഓടി വന്നവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. സാക്ഷ്യം പറയാൻ വന്നവൻ കാൽക്കൽ വീണു. ദൈവസന്നിധിയിൽ സാക്ഷി പറയുന്നത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരുന്നതാണ്, ദൈവത്തിൻ്റെ കാൽക്കൽ കടന്നു വരുന്നതാണ്. നിങ്ങൾ മടുത്തു വന്ന് ഇറങ്ങി. ഇനി കൂടുതൽ റെഫറൻസ് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനാകും. അങ്ങനെ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിക്കും ഒത്തിരി പേർ കാൽക്കൽ വീണു. ഇതെല്ലാം നമ്മൾ ഒത്തിരി വചനം വായിച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല പലതും. പക്ഷേ കാൽക്കൽ വീണ വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തി, ഒത്തിരി പേരെ ഞാൻ പരിചയപ്പെടുത്തി. പക്ഷെ എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു. കാൽക്കൽ വീണവരാരെയും ദൈവം നശിപ്പിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ കാൽക്കൽ വീണ് വന്നിരുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ എന്തിനാണ് നമ്മൾ കാൽക്കൽ വരുന്നത്? വചനം പഠിക്കാനാണ് കാൽക്കൽ വരുന്നത്. ഒരു വചനം പഠിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 39
മത്തേ വാക്യം, ലൂക്കോസ് സുവിശേഷം 10:39. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടോണ്ടിരുന്നു. കാൽക്കലിരുന്ന മറ്റൊരു സ്ത്രീ. നേരത്തെ പലരും രോഗശാന്തിക്കാണ് കാൽക്കൽ വന്നത്. നേരത്തെ പലരും അവരുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് കാൽക്കൽ വീണത്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ യേശു കർത്താവിൻ്റെ കാൽക്കലിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടു. വചനം പഠിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ കാൽക്കൽ വന്നിരിക്കുകയാണ്. ഈ സ്ത്രീ ദൈവം വഴക്കൂറയെന്നും പറഞ്ഞിട്ട് വന്നതല്ല. എന്താ ഭൗതിക നന്മകൾക്കൊന്നും. അവൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കക്ഷിക്കറിയാം, ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. വചനം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകുമെന്ന്, എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള ദൈവശക്തി ലഭിക്കുമെന്ന് അവൾക്ക് മനസ്സിലായിട്ട് അവൾ കാൽക്കൽ ഇരുന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. അടുത്ത 38 വാക്യത്തിൽ, പിന്നെ അവൻ യാത്ര പോകുകയിൽ ഒരു അപ്പം അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ സ്ത്രീയെ പരിചയപ്പെടുത്തത് ലാസറിൻ്റെ സഹോദരിയായിരിക്കുന്ന മറിയ എന്നുള്ളത്. ലൂക്കോസ് സുവിശേഷം 10:38 എഴുതിയിരിക്കുന്ന, പിന്നെ അവൾ യാത്ര പോകുകയിൽ അവൻ ഗ്രാമത്തിലെത്തി മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ എതിർപ്പെട്ടു. അതും ഞാൻ ഓടിച്ചു പറയുന്നത്, അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നത് മാർത്ത അവൻ പോകയിൽ ഒരു ഗ്രാമം എന്നാണ്. ആദ്യം ഒരു ലാസറിൻ്റെ സഹോദരി എന്ന് പറഞ്ഞു, രണ്ടാമത് യാത്ര പോകയിൽ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു പോകുന്ന ആ സമയത്തിൽ അവിടെ നമുക്ക് കാണുവാനെടുക്കുന്നത് യോഹന്നാൻ സുവിശേഷം 11 അധ്യായം 1 വാക്യത്തിൽ, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെ ഗ്രാമമായ ബഥാന്യ. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1 ഒരു സ്ത്രീ, 2 ഇപ്രകാരം പറഞ്ഞു ഒരു ഗ്രാമം, 3 പറഞ്ഞു മാർത്തയുടെയും മറിയയുടെയും ഗ്രാമം. എന്താ അർത്ഥം? ഒരു സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ അവളുടെ പേരിൽ ആ ഗ്രാമം അറിയാൻ തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നാൽ ഒരു ഗ്രാമത്തിൽ തന്നെ യേശു കർത്താവ് അവളെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നുള്ളതിനാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാർത്തയും മറിയയും യേശു കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലേക്ക് ഇരുന്നു. അവരിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. മറിയ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് വളരെ പ്രയാസത്തിലും ഭാരത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കടന്നു വന്നിരുന്നു. പക്ഷെങ്കിലും അവർ ദൈവസന്നിധി ഇരുന്നപ്പോൾ അനുഗ്രഹം പ്രാപിച്ചു. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 12 അധ്യായം 3 വാക്യം, അപ്പോൾ മറിയ വിലയേറിയ ശേച്ച ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞോ. യോഹന്നാൻ 12:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 20:2. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറിയ അടുത്ത് ദൈവത്തെ ആരാധിക്കുക, കാൽക്കലിരുന്ന് വചനം കേട്ടു. രണ്ടാമത് മറ്റൊരു തരത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ആരാധിച്ചത് മറ്റൊന്നുമല്ല, അവൾ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ കാൽക്കൽ വന്നിരുന്നിട്ട് സേച്ച ജഡമാംസി തൈലം യേശുവിൻ്റെ പാദത്തിൽ പുരട്ടിയിട്ട് തലമുടി കൊണ്ട് തുടച്ച് യേശുവിനെ ആരാധിക്കുന്ന പല രീതിയിലുള്ള ആരാധനകളുണ്ട്. ചാടിയും മറിഞ്ഞും ബഹളം വെച്ചും അതെ സ്തുതിച്ചും ഹയ്യടിച്ചും ആരാധിക്കും പോലെ തന്നെ ഇവളുടെ ആരാധിക്കുന്നത് അവളുടെ മേലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആരാധിക്കുക. 300 വെള്ളിക്കാശെന്നാണ് ഇവിടെ യൂദ അതിനിട്ടിരിക്കുന്നത്. പിശാച് കയറിയപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ മനസ്സ് വന്ന ഒരു വ്യക്തിയാണ് യൂദ പറഞ്ഞു 300 വെള്ളിക്കാശിൻ്റെ തൈലമാണിത്. ഇത് ദരിദ്രന്മാർക്കെല്ലാം കൊടുത്ത് നേരെ നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. 300 വെള്ളിക്കാശ് അദ്ദേഹം പറഞ്ഞതിന് കാരണമുണ്ട്. കർത്താവ് ആ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഉപമ പഠിപ്പിച്ചോ. 3 മണി നേരത്തും 4 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തിനും കൂലി ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഇങ്ങനെ പറഞ്ഞോ, ഓരോരുത്തർക്കും അവരവർക്ക് ഓരോ വെള്ളിക്കാശ്. മത്തായി സുവിശേഷം 22 വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. അപ്പൊ ഒരു ദിവസത്തെ അവരുടെ ശമ്പളം 1 വെള്ളിക്കാശ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടി കിട്ടുന്നത് ചിലപ്പോൾ 1200 രൂപയാണെങ്കിൽ അതിനർത്ഥം 1 വെള്ളിക്കാശ്. അന്നത്തെ കാലത്ത് ഒരു ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ എത്ര രൂപയാണോ അതാണ് 1 വെള്ളിക്കാശ്. ഒരിക്കൽ കൂടി മനസ്സിലായോ? ഒരു ദിവസം അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താൽ എത്ര രൂപ ശമ്പളം കിട്ടും? 1 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശിന് യേശുവിനെ അത് ഒറ്റിക്കൊടുത്ത കാലഘട്ടമായിരുന്നോ എന്നുള്ളത്. ആമേൻ, 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 ആമേൻ.
ആമേൻ. ആ കാലഘട്ടത്തിലാണ് സ്തോത്രം, ആമേൻ ആമേൻ, ഇവിടെ യേശു ഇതാ പറഞ്ഞത് 300 വെള്ളിക്കാശിന്റെ തൈലം. അപ്പോൾ എത്ര 300 ദിവസം ഒരു വ്യക്തി ജോലി ചെയ്താൽ കിട്ടുന്ന കാശാണ് 300 വെള്ളിക്കാശ്. 300 എന്ന് പറഞ്ഞാൽ സൺഡേ, അതെ ആമേൻ, അവധി അല്ലെങ്കിൽ ഞായറാഴ്ച ജോലിക്ക് പോകാതെയും മറ്റ് അത്യാവശ്യത്തിന് 2-3 ലീവ് എടുക്കുക എല്ലാം കൂടെ കഴിയപ്പെടുമ്പോൾ ഒരു വർഷത്തിൽ ഒരു മനുഷ്യന് അപ്രോക്സിമേറ്റ് 300 വർക്കിംഗ് ഡേയ്സ് മാത്രമാണുള്ളത്. അപ്പോൾ ഒരു വെള്ളിക്കാശ് ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ 300 വെള്ളിക്കാശ് അവളുടെ പക്കൽ ഉണ്ടായിരുന്നു. അവൾ ഒരു വർഷം ജോലി ചെയ്ത് കിട്ടിയ ശമ്പളമാണ്. നിങ്ങൾ ഒരു വർഷത്തെ ശമ്പളം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുമ്പോൾ എത്ര രൂപ കിട്ടും? അതാണ് 300 വെള്ളിക്കാശ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ 1000 രൂപ ശമ്പളമുള്ള വ്യക്തിയാണെങ്കിൽ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് സ്തോത്രം 3,60,000 രൂപ, ഏകദേശം 3 ലക്ഷം രൂപ വിലപിടിപ്പുള്ള സാധനവുമായിട്ട് ഇതാ വന്ന് അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ യൂദ ആദ്യം പറഞ്ഞു, ഇത്രയും വലിയ സ്വോത്ര കാഴ്ച കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയ കാണിക്ക കൊടുക്കേണ്ട? നീ പാതപ്പെടുത്ത് ഇരിക്കണൊക്കെ ശരി തന്നെയാണ്. നീ എവിടെ പോയാലും വചനം പഠിക്കാൻ പോകും, നീ യേശുവിനെ പ്രാർത്ഥിക്കാൻ പോകും, നീ കസേരയിൽ ഇരിക്കില്ല, നീ കാൽക്കലേ ഇരിക്കത്തുള്ളൂ, യേശുവിൻ്റെ അടുക്കലേ നീ ഇരിക്കത്തേ ഉള്ളൂ. നീ ജോലിക്ക് പറഞ്ഞാൽ ജോലി ചെയ്യാൻ പോകത്തില്ല. ഒരു തവണ നീ യേശുവിൻ്റെ പാതപ്പെടുത്തിരുന്ന വചനം പഠിപ്പലാണ് നിന്റെ ജോലി. കാര്യമൊക്കെ ശരി തന്നെ, അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ നീ ഇത്രയും കാണിക്ക കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാറി കയറിയിട്ടല്ല പറഞ്ഞത്, സ്വോത്രം നടന്നു പോയപ്പോഴല്ല പറഞ്ഞത്, മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, ഇത്രയും വലിയ സ്വോത്ര കാഴ്ചയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിഷൻ ബോക്സിൽ പൈസ ഇടുന്നതൊക്കെ ശരി തന്നെയാണ്, ഇത്രയും കൂടുതൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നീ പള്ളിയിൽ കൊണ്ടുവന്ന് നേർച്ച ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ്, ഇത്രയും കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സ്വോത്രം നീ ആരാധന നടത്തുന്നു, സ്തോത്രം ഭക്ഷണം കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ശരി, ഇത്രയും വലുതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാര് പറഞ്ഞു? വെളിയിൽ നിന്നുള്ള യേശുവിൻ്റെ ശിഷ്യൻ, സൂപ്പർ സ്റ്റാർ ആരാ? യൂദ. പുള്ളിയാണ് ഈ പൈസയുടെ ഭയങ്കര കാൽക്കുലേഷനുള്ള ആൾ. കക്ഷിയാണ് പറഞ്ഞത്, യേശുവിൻ്റെ ശിഷ്യനാണ് പറഞ്ഞത്, ഇത്രയും വലിയ സ്വോത്ര കാഴ്ചയൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് കൊടുത്താലും ദൈവത്തിന് അറിയാമത് 2 കാശല്ലേ വിധവയായിട്ടുള്ളൂ, അതുകൊണ്ട് നീ അത്ര ഇട്ടാലും അനുകരിക്കും. അത് അവർക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷേ ഇത്രയും നീടേണ്ട ആവശ്യകതയുണ്ടോ? ഇത് വേറെ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കൊടുക്കാൻ ഒരു വ്യക്തിക്ക് മനസ്സ് വന്നപ്പോൾ ആ കൊടുക്കുന്ന വ്യക്തിയെ വൈമനസ്യപ്പെടുത്തി, ആ കൊടുക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്തു, ആ കൊടുക്കുന്ന വ്യക്തിയെ തടസ്സപ്പെടുത്തി, ആ കൊടുക്കുന്ന വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്തു, ആ കൊടുക്കുന്ന വ്യക്തിയെ ആക്ഷേപിച്ചു, ആ കൊടുക്കുന്ന വ്യക്തിയെ ആമേൻ അപരാധം പറഞ്ഞു, ആ കൊടുക്കുന്ന വ്യക്തിയെ ആമേൻ തെറ്റിദ്ധരിച്ചു. എന്തിനാ? നീ ഇത്രയും കൊടുക്കേണ്ട ആവശ്യകതയില്ല. പക്ഷേ കർത്താവ് എല്ലാത്തിനും മിണ്ടാണ്ടിരിക്കത്തില്ല. അത്യാവശ്യത്തിനൊക്കെ കാര്യം ഹെഡ് ചെയ്യും. ഉടനടി കർത്താവ് ഹെഡ് ചെയ്ത്, യൂദായെ നിനക്ക് അങ്ങ് പറഞ്ഞിട്ടില്ല, അവിടെ എഴുതിയിട്ടുണ്ട്, അവന് ദരിദ്രർക്ക് കൊടുക്കാനുള്ള ആവേശം കൊണ്ടൊന്നും അല്ല. പ്രൈസ് ദ ലോർഡ്. അവനെപ്പോഴും കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ. ദൈവസഭ പിശാച് അവൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് ഒരാൾ സ്വോത്ര കാഴ്ച കൊടുത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടും, ഒരാൾ നേർച്ച കൊടുത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടും. യൂദ കെട്ടിത്തൂങ്ങി ചത്തവനാണ്. ആകയാൽ അവൻ്റെ ഉള്ളിനകത്ത് പിശാച് എപ്പോൾ കയറിയോ അപ്പം മുതൽ സ്തോത്ര കാഴ്ചയിലും അവന് ആമേൻ എപ്പോഴേ പ്രശ്നമാണ്. എപ്പോൾ അവന് പിശാച് കയറിയോ അപ്പോൾ അവൻ്റെ മനസ്സിനകത്ത് എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്ത എപ്പോഴും അതിൻ്റെ അംശം പിശാചൂടെ കയറിയപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് പുറത്തേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നു. അങ്ങനെ പറഞ്ഞു, നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല, മര്യാദയ്ക്ക് മര്യാദ കൈയടിച്ചും പാട്ടും പാടി സ്വോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പിശാചാണ് പറയുന്നു എന്ന് ഉള്ളത് മാമേൻ സ്വത്രം അവർക്ക് ആർക്കും മനസ്സിലായി. പക്ഷേ യേശു എന്ത് ചെയ്തു? യൂദേ, ദരിദ്രന്മാരൊക്കെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ, ഞാനിപ്പോഴല്ലേ ഉള്ളൂ. അവൾ ചെയ്തത് ശരിയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഈ സ്ത്രീ ചെയ്തത് ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ സമയത്തിലും ആമേൻ ഈ സ്ത്രീ ചെയ്തത് ഞാനിവിടെ പറയുന്നതിന്റെ പിന്നിൽ ഒന്നുണ്ട്. എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഈ ജഡമാംസി തൈലത്തിന്റെ കഥ ദൈവദാസന്മാർ പറയാതിരിക്കത്തില്ല. അവർ വേറെ വിഷയം പ്രസംഗിച്ചാലും ശരിയല്ല, അവിടെ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇത് കയറി വരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊട്ട് അന്ന് ആ കാലഘട്ടത്തിൽ യേശു കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ഇല്ലായ്മയിൽ നിന്ന് ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലം മുഴുവനും കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ കൊടുത്തത് കർത്താവ് മറന്നില്ല. അടുത്ത തലമുറക്കാരെ മറക്കരുത്. ഈ സുവിശേഷം ഉള്ളിടത്തോളം കാലം ഇത് ആരും മറക്കരുതെന്ന്. സുഹൃത്തെ, ഒരു മാസത്തെ ശമ്പളം നീ ദൈവത്തിന് കൊടുത്തോ? ആദ്യ ശമ്പളം നീ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് നേർന്ന് നീ അത് നിവർത്തിച്ചോ? ആരെങ്കിലുമൊക്കെ പലതും നിന്നെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുക. നീ വസ്തു വിറ്റപ്പോൾ ദശാംശം ദൈവസന്നിധിയിൽ കൊടുത്തോ? അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ ഒരു നന്മയുടെ നല്ലൊരു വിഹിതം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി മാറ്റിവെച്ചോ? 100 അഭിപ്രായം നിനക്ക് കടന്നു വരപ്പെടും. അപ്പോൾ എന്റെ നാഥൻ പറയപ്പെടുക, ആമേൻ സുവിശേഷം ഉള്ളിടത്തോളം കാലം ആമേൻ ഈ സ്ത്രീയുടെ മേൽ, ഈ കുടുംബത്തിന്റെ മേൽ എന്റെ അനുഗ്രഹം പകരുമെന്ന്, എന്റെ നന്മ പകരുമെന്ന്, ഈ വാഗ്ദത്തം പകരുമെന്ന്, അവൻ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നല്ലെന്ന് പഠിപ്പിച്ചവർ 100 മടങ്ങ് പ്രതിഫലം നൽകും. അവൻ ആർക്കും കടക്കാരനല്ല.
അവൻ എല്ലാറ്റിനും പ്രതിഫലം നൽകുന്ന ദൈവമായിരിക്കാം. 100 അഭിപ്രായങ്ങളുടെ മധ്യത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്ന് അത് സ്ഥിരീകരിച്ചു. അവൾ ചെയ്തത് ശരി തന്നെയായിരിക്കുന്നു, അവൾ ചെയ്തത് കറക്റ്റ് തന്നെയായിരിക്കുന്നു. സുഹൃത്തെ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആമേൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്താ, ഒരുവൻ കുന്തം കൊണ്ടുവന്ന് യേശുവിനെ കുത്തി, വേറൊരുവൻ മുൾക്കിരീടം കൊണ്ടുവന്ന് യേശു കർത്താവിൻ്റെ തലയിലേക്ക് വന്നു, മറ്റൊരുവൻ ആണി കൊണ്ടുവന്ന് യേശുവിനെ അടിച്ചു. ഈ ആണി ഇന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കുന്തം ഇന്നുണ്ടോ? ഈ മുൾക്കിരീടം ഇന്നുണ്ടോ? പക്ഷേ അരിമത്തിയിലെ യോസഫ് തനിക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ട് പണിത് വച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തന്റെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കല്ലറ. ആ കല്ലറ ആമേൻ യേശുവിന് വേണ്ടി താൻ ജീവനോടെ ഇരുന്നപ്പോൾ തന്നെ ഇന്ന് സെമിട്രി വാങ്ങിച്ചതുപോലെ, സെമിട്രി നേരത്തെ പണിതിടുന്നത് പോലെ തന്നെ അന്ന് അരിമത്തിയിലെ യോസഫ് നല്ലൊരു പൂന്തോട്ടത്തിൽ ഒരു സെമിട്രി പണിതിട്ടിരുന്നു. ആകയാൽ യേശുവിന് വേണ്ടിയിട്ട് അത് കൊടുത്തു. ഇന്നും അരിമത്തിയിലെ യോസഫിനെ പ്രസംഗിക്കാൻ ആൾക്കാർ മറന്നില്ല. ആ കല്ലറ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ചെയ്തതൊന്നും മാറിപ്പോകത്തില്ല. ആമേൻ, അത് ചെയ്തതൊക്കെയും ഇന്നും നിലനിൽക്കപ്പെടുന്നു. 2000 രൂപ, ആമേൻ 4 രൂപ പലിശക്കെടുത്ത് സുവിശേഷ വേല ആരംഭിച്ച വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. 2000 രൂപ പലിശക്കെടുത്ത് ആമേൻ പെട്രോൾ അടിച്ച് ട്രാക്ട് വിതരണം ആരംഭിച്ച സമയത്തിലേക്ക് എൻ്റെ മനസ്സിനകത്തിരുന്ന് സാത്താൻ പറഞ്ഞു, ഈ പൈസ എങ്ങനെ നീ തിരിച്ചു കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച്. ആ കാലഘട്ടത്തിലേക്ക് വിശ്വാസത്തോടുകൂടി ആമേൻ ഇല്ലാത്തതിന്റെ മധ്യത്തിൽ ഉള്ളത് മുഴുവനും യേശുവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഇന്നും സ്വർഗം എന്നെ മറക്കാതെ എന്നെ ഇത്രത്തോളം ഈ കാണുന്ന ലെവലിൽ ദൈവം വർദ്ധിപ്പിച്ചുവെങ്കിൽ ആമേൻ മറിയ സ്വേച്ഛ ജഡമാംസി തൈല 1 വർഷത്തെ അധ്വാനം മുഴുവന് ദൈവത്തിന്റെ പാദാരംഭത്തിലിരുന്ന്, ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന്, ദൈവത്തിന്റെ കാൽക്കലിരുന്ന് അതിനെ ഒരു ആരാധനയായി സമർപ്പിച്ച് ആ ശരീരത്തിലേക്ക് പുരട്ടി അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി എങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഇരിക്കപ്പെടുമ്പോൾ നിനക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നെന്നിരിക്കുക. ഇന്ന് ഞായറാഴ്ച ജോലിക്ക് പോയാൽ ഡബിൾ ശമ്പളം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുക. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ബിസിനസ് ചെയ്താൽ ഒരുപാട് പ്രോഫിറ്റ് ലഭിച്ചെന്നിരിക്കുക. നീ പറയണ എനിക്ക് അങ്ങനെയുള്ള ലാഭം വേണ്ട, എനിക്ക് അങ്ങനെയുള്ള വരുമാനം വേണ്ട. എത്ര വലുതാണോ ആ വലുതാണ് ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടത്. എത്ര പ്രധാനപ്പെട്ടത് അതാണ് ഞാൻ ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. ആ വിധത്തിലേക്ക് നിന്റെ സമയവും നിന്റെ ശരീരവും നിന്റെ സാമ്പത്തികവും നിന്റെ കഴിവുകളോ നിന്റെ സൗന്ദര്യമോ നിന്റെ വിദ്യാഭ്യാസവും നീ യേശുവിന് വേണ്ടി കൊടുക്കുന്നുവോ, ആമേൻ, സ്വർഗം അത് മറക്കത്തില്ല. ഈ ലോകത്തിൽ നീ സമ്പാദിച്ചത് പലതും കുറച്ചു ദിവസം കഴിയുമ്പോൾ കാണത്തില്ല. നീ വാങ്ങിയ വസ്തു, നീ വെച്ച വീട്, നീ മേടിച്ച കാറ്, നിന്റെ ബൈക്ക്, ഹല്ലേലൂയ, നിന്റെ സ്വർണ്ണാഭരണങ്ങള്, ഇതൊന്നും ആമേ കാലാകാലത്തിൽ നിലനിൽക്കപ്പെടത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ആമേ, നീ ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് നഷ്ടപ്പെടുവാൻ മറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിലത് ആമേൻ 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 ആ തുരുത്തിയിൽ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ, ജീവന്റെ പുസ്തകത്തിൽ അവൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. സ്മരണയുടെ പുസ്തകത്തിൽ അവൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഴുത്തേലിരിക്കുന്നത്, കാതയിലുള്ളത്, നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുന്ന പല സാധനങ്ങൾ, വിലപിടിപ്പുള്ളതെന്ന് പറയുന്ന പലതും നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കാം. ആമേൻ, വിലപിടിപ്പുള്ളത് നീ സ്നേഹിച്ചത് കരുതിയതും പലതും നഷ്ടപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ഒരിക്കലും നഷ്ടം വരത്തില്ല. പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൾ കാൽക്കലിരുന്നത് വെറുതെയല്ല. അവൾ വചനം കേൾക്കുക മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ 1 വർഷക്കാലത്തെ അധ്വാനത്തിന്റെ ഫലം കൊണ്ടുവന്ന് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിനെ ആമേ പിശാച് കണ്ടുകയാണോ? സമർപ്പിച്ചതിനെ പിശാച് ചോദ്യം ചെയ്യുകയാണോ? സമർപ്പിച്ചതിനെ ആമേ മനസാക്ഷിക്കകത്ത് ശത്രു കുത്തുകയാണോ? ഹല്ലേലൂയ, ഇല്ല. നീ പറ, പിശാചേ, എന്റെ സ്വത്രക്കാഴ്ചയെ നിനക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, എന്റെ കാണിക്കയെ നിനക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ദൈവത്തിന്റെ സന്നിധി ഞാനുമായിട്ടുള്ള വ്യവസ്ഥയെ നിനക്ക് ചോദ്യം ചെയ്യാൻ അനുവാദമല്ല, വിട്ടുപോ എന്ന് പറഞ്ഞവനെ ശാസിച്ചു മാറ്റിയിട്ട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാദപീഠത്തിലിരുന്നവരെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു, പാദപീഠത്തിൽ എല്ലാവരും നന്മ പ്രാപിച്ചു. നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. കർത്തൃ സന്നിധിയിലിരിക്കുന്ന നിങ്ങളെ കർത്താവ് പണിയും അനുഗ്രഹിക്കും, സഹായിക്കും.